കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ അന്തരാധ്യാത്മരാമായണം സുന്ദരകാന്ഡം നമ്മൾ 7ാമത്തെ ശ്ലോകം കഴിഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ അതിൽ ഹനുമാൻ്റെ ആത്മകഥ ആണല്ലോ. അതായത് മരണത്തിൻ്റെ അവസാനത്തിൽ ഏതൊരു ദേവൻ്റെ നാമം ഉച്ചരിച്ചാലാണ് ഈ സംസാര സമുദ്രത്തിനെ തരണം ചെയ്ത് ആ ദേവൻ്റെ പാതാരബിന്ദത്തോട് ചേരുന്നത്, ആ അത്ര മഹാത്മ്യമുള്ള ഭഗവാന്റെ ദൂതനും അവിടുത്തെ മോതിരം അടയാളമായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നവനുമായ ഞാൻ ഈ ചെറിയ സമുദ്രം ചാടിക്കടക്കാൻ എനിക്കൊരു വിഷമം ഉണ്ടാവില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ആ പരമാത്മാവിനെ തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചും കൊണ്ട് ഞാൻ ഈ ചെറിയ കുളം പശുവിൻ്റെ കാല് അത്രയും വെള്ളം ഉള്ള എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അത്ര അല്പമായ ഈ സമുദ്രത്തെ ഞാനിതാ കടക്കാൻ ഭാവിക്കുന്നു എന്ന് തന്നെത്താൻ ആത്മഗതമായിട്ട് പറഞ്ഞ് 2 കൈകളും വിസ്താരമായിട്ട് പരത്തിയിട്ട് വാലിനെ നീട്ടിയിട്ട് കഴുത്തിനെ സ്ട്രെയിറ്റായിട്ട് പിടിച്ച് കണ്ണുകളെ മേൽപോട്ട് നോക്കി ദൃഷ്ടി മേൽപോട്ട് ഉറപ്പിച്ചിട്ട് കാലുകളെ നല്ല അമർത്തി ചുരുക്കി പിടിച്ച് തെക്കോട്ട് നോക്കി നിന്നു. എന്നിട്ടോ ആ വായുദേവൻ്റെ മകൻ വളരെ ശക്തിയോടു കൂടി അങ്ങോട്ട് ചാടി എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. ലങ്കയിലേക്കുള്ള ആ ഗമനം, ലങ്കാഗമനാണല്ലോ. ഇനി നമ്മൾക്ക് 8, 9, 10, 11, 12 ഒന്നിച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആകാശാത്വരിതം ദേവൈർവീക്ഷ്യമാണോ ജഗാമസഃ ദൃഷ്ട്വാനിലസുതം ദേവാ ഗച്ഛന്തം വായുവേഗതാ പരീക്ഷണാർത്ഥം സത്വസ്യ വാനരസ്യേദമബ്രുവൻ ഗച്ഛത്യേഷ മഹാസത്വോ വാനരോ വായുവിക്രമ ലങ്കാം പ്രവേഷ്ടും ശക്തോ വാ ന വാ ജാനീമഹേ ബലം ഏവം വിചാര്യ നാഗാനം മാതരം സുരസാഭിധാം അബ്രവീദ്ദേവതാവൃന്ദഃ കൗതൂഹലസമന്വിതഃ ഗച്ഛത്വം വാനരേന്ദ്രസ്യ കിഞ്ചിദ്വിഘ്നം സമാചര ജ്ഞാത്വാ തസ്യ ബലം ബുദ്ധിം പുനരേഹി ത്വരാന്വിതാ ഇത്യുക്താ സായയൗ ശീഘ്രം ഹനുമദ്വിഘ്നകാരണാത്. നല്ലോണം നമുക്കിതിങ്ങനെ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചാൽ തന്നെ മലയാളം പോലെയാണ് കേട്ടോ. ആകാശാത്ത് ദേവൈഹി വീക്ഷമാണാസ, ആകാശത്തിൽ ദേവന്മാരെ നോക്കിക്കൊണ്ടിരിക്കെ അവൻ, ആകാശാത്ത് ദേവൈഹി വീക്ഷമാണ് സഹ അവൻ മീൻസ് ഹനുമാൻ, ത്വരിതം ജഗാമ വേഗം പോയി, വായുവേഗത ഗച്ഛന്തം അനിലസുതം ദൃഷ്ട്വ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാനെ കണ്ടിട്ട് ദേവാഹ ദേവന്മാർ, വായുദേവനാണല്ലോ വായു, അപ്പോൾ ബാക്കി ദേവന്മാരൊക്കെ വാനരസ്യ സത്വസ്യ പരീക്ഷണാർത്ഥം ഈ വായുപുത്രൻ്റെ ബലത്തിനെ പരീക്ഷിക്കാനായിക്കൊണ്ട് ഇതം അബ്രുവൻ ഇങ്ങനെ പറഞ്ഞു. വായുവിക്രമ മഹാസത്വ ഏഷ വാനര, വായുവിനെപ്പോൾ തന്നെ ശൂരവീര പരാക്രമിയും ബലവാനുമായിട്ടുള്ള ഈ വാനരൻ ഗച്ഛതി ഗമിക്കുന്നു, ലങ്കാം പ്രവേഷ്ടും ശക്ത വാന്ന, ലങ്കയിലേക്ക് പ്രവേശിക്കാൻ ഉള്ള ശക്തി ഉണ്ടാവുമോ, കഴിവുണ്ടാവുമോ ഇവന്? ബലം ന ജാനീമഹേ, ഇവൻ്റെ ബലം നമുക്കറിയില്ലല്ലോ. ഏവം വിചാര്യ, ഇങ്ങനെ വിചാരിച്ചിട്ട് സുരസാഭിതാം നാഗാനാം മാതരം, അതായത് ഹനുമാൻ്റെ വീര്യശൗര്യ പരാക്രമം ഒന്ന് പരീക്ഷിക്കാനായിട്ട് സുരസാഭിധാം നാഗാനാം മാതരം, സുരസ എന്ന പേരായ ഈ പാമ്പുകളുടെ നാഗങ്ങളുടെ അമ്മ നാഗമാതാവിനോട്
ദേവതാവൃന്ദ ഈ ദേവന്മാർ കൗതൂഹല സമന്വിത കൗതൂഹലത്തോടുകൂടി അബ്രവീത് പറഞ്ഞു ത്വം ഗച്ഛ നീ ഗമിച്ചാലും സരസോട് പറഞ്ഞു. അതായത് നാഗങ്ങളുടെ മാതാവായിട്ടുള്ള സരസല്ല കേട്ടോ, സുരസോട് പറഞ്ഞു ദേവന്മാരെ എന്താ പറഞ്ഞേ, വിഘ്നം ഉണ്ടാക്കാൻ പറയണം ഹനുമാനി. വാനേന്ദ്രസ്യ കിഞ്ചിത് വിഘ്നം സമാചര, വാനേന്ദ്രന് കുറച്ച് വിഘ്നം വരുത്തു. ഈ സമുദ്രം ചാടിക്കിടക്കണ ആ ഇതിൽ ഒരു വിഘ്നം വരുത്തു. തസ്യ ബലം ബുദ്ധിം ജ്ഞാത്വ, അവൻ്റെ ബലവും ബുദ്ധിയൊക്കെ അറിഞ്ഞിട്ട് ത്വരാന്വിതാഹ പുനാ ഏഹി, വേഗം മടങ്ങി വരുമെന്ന് സുരസോട് പറഞ്ഞു. ഇതി ഉക്ത്വാ സ, ഇങ്ങനെ പറയപ്പെട്ട അവൾ, ആരാ സുരസ, എല്ലാ ദേവന്മാരും കൂട്ടി പറഞ്ഞു. ഹനുമത് വിഘ്ന കാരണാത്, ഹനുമാനെ വിഘ്നം ചെയ്യുവാനായിട്ട് ശീഘ്രം വേഗം പോയി. അപ്പോൾ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ ലങ്കയിലേക്ക് സമുദ്രം കടന്ന് വരുന്നത് കണ്ടപ്പോൾ ബാക്കി ദേവന്മാരൊക്കെ വിചാരിച്ചു വായുവിനെ പോലെ തന്നെ പരാക്രമിയാണ് തോന്നുന്നുണ്ട്, എന്നാലും നമുക്ക് ഇവൻ ഈ സമുദ്രം ലംഘിച്ച ലങ്കയിൽ പ്രവേശിക്കാനുള്ള സാമർഥ്യം ഇവരുണ്ടോ എന്നൊന്ന് അറിയണമല്ലോ ഈ വായുപുത്രനെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നാഗമാതാവായിട്ടുള്ള സുരസോട് പറഞ്ഞത്. അതാണ് ഇതിൽ പറഞ്ഞത്. നോക്കൂ, ഹനുമാൻ്റെ ഈ സമുദ്രം തരണം ആകാശത്തിൽ നിന്നിട്ട് എല്ലാ ദേവന്മാരും നോക്കി കണ്ടു. ചാടിയെന്ന് പറഞ്ഞല്ലോ, ആ ചാടണത് കണ്ടു. അപ്പോൾ ഹനുമാൻ ആകാശത്തു കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ, വായു വേഗത്തിലാണ് സഞ്ചരിക്കണത്. അപ്പോൾ അവർ ദേവന്മാരെ ഹനുമാനെയൊക്കെ നോക്കിയിട്ട് ഈ വാനരൻ്റെ ബലം ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞു. അതായത് വായുവിന് തുല്യം പരാക്രമമുള്ള മഹാബലവാനാണ് ഈ വാനരൻ, ശരിയാണ്. പക്ഷേ ലങ്കയിലേക്ക് പ്രവേശിക്കാനുള്ള സാമർഥ്യം ഉണ്ടാവുമെന്നൊന്ന് നമുക്ക് അറിയണമല്ലോ. അതിന് നമുക്ക് ആ ബലം നമുക്ക് അറിയണം, എത്ര ബലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ആലോചിച്ചിട്ട് ഈ നാഗമാതാവായിട്ടുള്ള സുരസോട് പറഞ്ഞു, ഹേ സുരസേ, നീയൊന്ന് പോവൂ, എന്നിട്ട് ആ വാനരശ്രേഷ്ഠൻ്റെ ഗതിക്ക് കുറച്ച് മുടക്കം വിഘ്നം വരുത്തൂ എന്ന് പറഞ്ഞു. അവൻ്റെ ബുദ്ധിശക്തിയും ശരീരബലമൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് നീ മടങ്ങി വരുന്നാലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാർ പറഞ്ഞപ്പോൾ ഹനുമാൻ്റെ ഈ സമുദ്രതരണത്തിന് വിഘ്നം ഉണ്ടാക്കാനായിട്ട് സുരസ വേഗത്തിൽ ചെന്നു എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇത് വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും, അത്ര നല്ല സിമ്പിളാണ്. ആകാശാത്വരിതം ദേവൈർ വീക്ഷ്യമാണോ ജഗാമസഹ ദൃഷ്ട്വാനിലസുതം ദേവാ ഗച്ഛന്തം വായുവേഗത. അനിലസുതനാണല്ലോ, വായുപുത്രനല്ലേ. പരീക്ഷണാർത്ഥം സത്വസ്യ വാനരസ്യേദമബ്രുവൻ ഗച്ഛത്തേഷ മഹാസത്വോ വാനരോ വായുവിക്രമ. വളരെ വിക്രമൻ, വല്ല പരാക്രമശാലിയാണ്. എന്നാലും ലങ്കാം പ്രവേഷ്ടും ശക്തോ, ലങ്കയിൽ പ്രവേശിക്കാൻ ശക്തിമാനാവോ? വാ ജാനീമഹേ ബലം. നമുക്ക് ഇയാളുടെ ബലത്തിനെ പറ്റി നല്ല ഒരു ഐഡിയ ഇല്ല. ഏവം വിചാര്യ നാഗാനാം മാതരം സുരസാഭിധാം. ഇത് വിചാരിച്ചിട്ടാണ് നാഗമാതാവായിട്ടുള്ള സുരസോഭിയോട് പറഞ്ഞത്. സുരസോട് അബ്രവീത് ദേവതാവൃന്ദം, ദേവന്മാർ പറഞ്ഞു, കൗതൂഹല സമന്വിത, അറിയാനായിട്ടേ, ഗച്ഛത്വം വാനരേന്ദ്രസ്യ കിഞ്ചിത് വിഘ്നം സമാചര, നീ പോയിട്ട് സമുദ്രതരണത്തിന് വിഘ്നം വരുത്തൂ. ജ്ഞാത്വാ തസ്യ ബലം ബുദ്ധിം പുനരേഹി ത്വരാന്വിത, എന്നിട്ട് ബുദ്ധിയും ബലമൊക്കെ അറിഞ്ഞു വരൂ. ഇത്യുക്ത്വാ സാ, അത് പറഞ്ഞപ്പോൾ സുരസ, സാച്ചാൽ അവൾ, യയൗ ശീഘ്രം ഹനുമത് വിഘ്നകാരണാത്, ഹനുമാന് വിഘ്നം ഉണ്ടാക്കാനായിട്ട് പുറപ്പെട്ടു. അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി 13ഉം 14. ആവൃത്യമാർഗം പുരതാ സ്ഥിത്വാ വാനരമബ്രവീത് ഏഹി മേ വദനം ശീഘ്രം പ്രവിശസ്വ മഹാമതേ ദേവൈസ്ത്വം കൽപ്പിതോ ഭക്ഷഃ ക്ഷുധാ സംപീഡിതാത്മനഃ. മാർഗം ആവൃത്യ, മാർഗത്തെ അടച്ചിട്ട്, അതായത് വരണ വഴി തടുത്തിട്ടേ, പുരതാ ഹസ്തിത്വം, മുമ്പിലങ്ങോട്ട് പോയി നിന്നു സുരസ. എന്നിട്ട് വാനരം അബ്രവീത്, അതായത് ഹനുമാനോട് പറഞ്ഞു, മഹാമതേ, ഹേ മഹാബുദ്ധി, മതി പറഞ്ഞ ബുദ്ധിയല്ലേ, മഹാമതേച്ച മഹാബുദ്ധിയുള്ള ഹനുമാനെ, ഏഹി വന്നാലും മേ വദനം ശീഘ്രം പ്രവിശസ്വ, വായ പൊളിച്ചിട്ട് നിന്നു,
ഈ ഹനുമാൻ വരണ വഴിയിൽ. എന്നിട്ട് പറഞ്ഞു, നീ വലിയ ബുദ്ധിശാലിയല്ലേ, എൻ്റെ വായുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലും എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിലേക്ക് ക്ഷുധാ സംപീഡിതാത്മ, എനിക്ക് വിശന്നിട്ട് വയ്യ. ത്വം ദേവൈഹി ഭക്ഷ കൽപ്പിത, നീയ് ദേവന്മാരെ നിന്നെയാണ് എന്നോട് ഭക്ഷിച്ചോളാൻ പറഞ്ഞത്, അതുകൊണ്ട് വേഗം എൻ്റെ വായിലേക്ക് കടന്നോളൂ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ സമുദ്രം ചാടി കിടക്കണ സമയത്ത് മുൻപിൽ വന്നിട്ട് വഴി അടച്ചിട്ട് നിന്നു സുരസ. എന്നിട്ട് പറഞ്ഞു, ഹേ ബുദ്ധിമാനായിട്ടുള്ള ഹനുമാനെ, വരൂ, എൻ്റെ വായുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചോളൂ, വിശന്നിട്ട് വയ്യ എനിക്ക്, ദേവന്മാർ നിന്നെ ഭക്ഷണമായിക്കോളൂ, നിന്നെ ഭക്ഷണമായിട്ട് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നതാ പറഞ്ഞു സുരസ. ആവൃത്യമാർഗം പുരതസ്ഥിത്വാ വാനരമബ്രവീത്, ഏഹി മേ വദനം ശീഘ്രം പ്രവിശസ്വ മഹാമതേ, ദേവൈസ്ത്വം കൽപ്പിതോ ഭക്ഷ ക്ഷുധാ സംപീഡിതാത്മന. ക്ഷുതോണ്ട് സംപീഡിതം എന്ന് പറഞ്ഞാൽ എന്താ, വിശുപ്പോണ്ട് വലഞ്ഞിണ്ണു ഞാനേ എന്ന് പറഞ്ഞു സുരസ. അതുകൊണ്ട് വേഗം വായിലേക്ക് കിടക്കാൻ. എന്നിട്ടോ ഇനി 15, 16, 14 ഒരു വരിയുണ്ട് കേട്ടോ. താമാഹ ഹനുമാൻ മാതരഹം രാമസ്യ ശാസനാൽ, ഗച്ഛാമി ജാനകീം ദ്രഷ്ടും പുനരാഗമ്യ സത്വര, രാമായ കുശലം തസ്യാഹ കഥയിത്വാ ത്വദാനനം, നിവേക്ഷ്യ ദേഹി മേ മാർഗം സുരസായൈ നമോസ്തുതേ. എന്താ അപ്പം ഹനുമാൻ പറഞ്ഞത്? ഹനുമാൻ താം ആഹ, ഹനുമാൻ അവളോട് പറഞ്ഞു, മാതഹ അഹം രാമസ്യ ശാസനാത്, മാതാവേ എന്നാണ് സംബോധന ചെയ്തത് സുരസെ. അമ്മേ, ഞാൻ രാമൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ശാസന അനുസരിച്ച് ജാനകിയും ദ്രഷ്ടും ഗച്ഛാമി, ജാനകിയെ കാണാൻ പോവുകയാണ്. ദൃഷ്ട്വ പുനഃ സത്വരം ആഗമ്യ, ഞാൻ ജാനകിയെ കണ്ട് വന്നിട്ട് വേഗം വരാം. എന്നിട്ടോ തസ്യാ കുശലം രാമായ കഥയിത്വ, എന്നിട്ട് രാമനോട് വിവരം പോയി പറഞ്ഞതിന് ശേഷം ഞാൻ ത്വദാനനം നിവേക്ഷ്യ, അമ്മയുടെ വായിലേക്ക് വരാം, വായിൽ പ്രവേശിക്കാം. വിശക്കുണ്ടോ പറഞ്ഞില്ലേ, കുറച്ച് നേരം കൂടി എനിക്ക് തരൂ, ഞാൻ ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ട് വിവരം പോയി രാമനോട് പറഞ്ഞു വന്നതിന് ശേഷം ഞാൻ നിൻ്റെ വായിൽ കയറാം. മേ മാർഗം ദേഹി, എനിക്ക് മാർഗം തരൂ, എന്നെ ഇങ്ങനെ വഴി അടച്ച് നിൽക്കരുത്, വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. സുരസായൈത്തേ നമഃ അസ്തു, സുരസായ നാഗമാതാവായിട്ടുള്ള സുരസായിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞു. എത്ര നന്നായിട്ടാണ് പറഞ്ഞ ഹനുമാൻ. അമ്മയെന്ന് വിളിച്ചിട്ടാണ് പറയണത് അല്ലേ. അമ്മേ, ഞാൻ ശ്രീരാമൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് സീതയെ അന്വേഷിച്ചിട്ട് പോവുകയാണ്. സീതയെ കണ്ടതിന് ശേഷം ആ വിവരം ശ്രീരാമനോട് പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ വായുടെ ഉള്ളിൽ പ്രവേശിക്കാം. ഇപ്പം എനിക്ക് വഴി വിട്ടുതരൂ, സുരസയായിട്ടുള്ള നിനക്കായിക്കൊണ്ട് നമസ്കാരം. വളരെ വിനയത്തോടു കൂടി പറഞ്ഞു. താമാഹ ഹനുമാൻ മാതരഹം രാമസ്യ ശാസനാൽ, ഗച്ഛാമി ജാനകീം ദ്രഷ്ടും പുനരാഗമ്യ സത്വര, രാമായ കുശലം തസ്യാഹ കഥയിത്വാ ത്വദാനനം, നിവേക്ഷ്യേ ദേഹി മേ മാർഗം സുരസായൈ നമോസ്തുതേ. ഞാൻ വായിലേക്ക് കിടക്കില്ല എന്നെ ഭക്ഷണമാക്കിയാൽ പറ്റില്ല ഒന്നും പറഞ്ഞില്ല. ഞാനൊരു കാര്യത്തിനായിട്ട് പോവാണ്. ആ കാര്യം സാധിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് പറയേണ്ട ആളോടത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഉള്ളിലേക്ക് വരാം. അതുവരെ ക്ഷമിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ. ഈ 17 ഇത്യുക്ത്വാ പുനരേവാഹ സുരസാക്ഷുതിതാസ്മ്യഹം, പ്രവിശ്യ ഗച്ഛ മേ വക്ത്രം നോചേ ത്വം ഭക്ഷയാമ്യഹം. ഇത്യുക്ത്വാ സുരസ, ഇങ്ങനെ പറയപ്പെട്ട സുരസ, ഇങ്ങനെ സുരസ കേട്ടപ്പോഴേ പുനഃ ഏവ ആഹ, പിന്നെയും പറഞ്ഞു, അഹം ക്ഷുതിതാസ്മി, എനിക്ക് വിശന്നിട്ട് വയ്യ. മേ വക്ത്രം പ്രവിശ്യ ഗച്ഛ, വേഗം എൻ്റെ വായുടെ ഉള്ളിലേക്ക് കടക്കൂ, എന്നിട്ട് ഗമിച്ചു കൊള്ളുക, വായുടെ ഉള്ളിലേക്ക് കടക്കൂ. നോച്ചയിൽ ത്വാം അഹം ഭക്ഷ്യാമി, നീ അത് കൂട്ടാക്കിയില്ലെങ്കിൽ എനിക്ക് വിശന്ന് കണ്ണ് കാണാനില്ല. നീ എൻ്റെ വായിലേക്ക് അവനവൻ്റെ ഇഷ്ടപ്രകാരം സ്വേച്ഛയാ കടന്നു വന്നോളൂ, അല്ലാച്ചാൽ ഞാൻ നിന്നെ പിടിച്ച് തിന്നെ ചെയ്യും, എനിക്ക് അത്ര വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അതാണ് സുരസ എന്താ പറഞ്ഞത്, എനിക്ക് വല്ലാതെ വിശക്കണം, നീ എൻ്റെ വായുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പൊക്കോളൂ, അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ഭക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുരസ പറഞ്ഞത്. സുരസ വിട്ടില്ല, വഴി മാറാനൊന്നും കൂട്ടാക്കിയില്ല സുരസ. ഇത്യുക്ത പുനരേവാഹ സുരസാക്ഷുതിതാസ്മ്യഹം, പ്രവിശ്യ ഗച്ഛ മേ വക്ത്രം നോചേ ത്വം ഭക്ഷയാമ്യഹം. അതായത് ബലം പരീക്ഷിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കൂട്ടാക്കിയില്ല. ഇനി ഇത്യുക്തോ ഹനുമാനാഹ മുഖം ശീഘ്രം വിദാരയ,
പ്രവിശ്യവദനം തേദ്യഗച്ഛാമി ത്വരയാന്വിത ഇത്യുക്തോ യോജനായാമദേഹോ ഭൂത്വാ പുരസ്ഥിതഃ ഇതി ഉക്ത്വാ ഹനുമാനാഹ. ഇപ്രകാരം ഹനുമാനോട് പറയപ്പെട്ട, ഹനുമാൻ മീൻസ് ഇത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, മുഖം ശീഘ്രം വിദാരയ, ശരി നാം നീ വായ തുറക്ക പറഞ്ഞു. തേ വദനം പ്രവിശ്യ, നിൻ്റെ മുഖത്തിലേക്ക് ഞാൻ വന്നിട്ട് ത്വരയ അന്വിത, പെട്ടെന്ന് തന്നെ താമസമില്ലാതെ അദ്യഗച്ഛാമി, ഇപ്പോൾ ഞാൻ പോവും, ഞാൻ നിൻ്റെ വായയുടെ ഉള്ളിൽ കയറി ഇങ്ങടെ ഇറങ്ങാം എന്ന് പറഞ്ഞു. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞവനായിട്ട് യോജനായാമദേഹ ഭൂത്വ, ഒരു യോജന വലിപ്പമുള്ള ദേഹങ്ങളാക്കി പൂരഹസ്തിത മുമ്പിൽ നിന്നു. ശരി വായ തുറക്ക, ഞാൻ നിൻ്റെ വായുടെ അകത്ത് കയറി പുറത്തേക്ക് തന്നെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സ്വന്തം ദേഹം അങ്ങോട്ട് വലുതാക്കി. ഹനുമാന് സിദ്ധികളൊക്കെ ഉണ്ട്, അതായത് അഷ്ടസിദ്ധികളുണ്ട്. അപ്പോൾ ഗരിമ, ലഖിമ, അണിമ, മഹിമ അങ്ങനത്തെ എല്ലാ സിദ്ധികളും ഉണ്ട്. അപ്പോൾ സുരസയുടെ വാക്ക് അങ്ങോട്ട് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു, എന്നാ വേഗം നീ വായ തുറക്ക, നിൻ്റെ മുഖത്തിൽ പ്രവേശിച്ചിട്ട് ഞാൻ അപ്പം തന്നെ പുറത്ത് കിടന്ന് ഞാൻ പൊക്കോളാം. ഇത് പറഞ്ഞിട്ട് ഹനുമാൻ തൻ്റെ ശരീരത്തിന് ഒരു യോജന വലിപ്പം ഉള്ളതാക്കിയിട്ട് അങ്ങോട്ട് നിന്നു. ഇത്യുക്തോ ഹനുമാനാഹ മുഖം ശീഘ്രം വിദാരയ പ്രവിശ്യവദനം തേദ്യഗച്ഛാമി ത്വരയാന്വിതഃ ഇത്യുക്തോ യോജനായാമദേഹോ ഭൂത്വാ പുരസ്ഥിതഃ. യോജനായാമ ദേഹം ആക്കി, യോജനായാമ ദേഹോ ഒരു യോജന വലിപ്പത്തിൽ എത്ര വലുതാക്കി അങ്ങടെ. അപ്പോൾ പിന്നെ വായൽ കൊള്ളില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സുരസയുടെ സൂത്രം നോക്കൂ. 19 ദൃഷ്ട്വാ ഹനുമതോ രൂപം സുരസ പഞ്ചയോജനം മുഖം ചകാര ഹനുമാൻ ദ്വിഗുണം രൂപമാദദത്. അപ്പം സുരസ എന്ത് ചെയ്തു, ഹനുമത രൂപം ദൃഷ്ട്വാ, ഹനുമാൻ്റെ ഒരു യോജന വിസ്താരമുള്ള രൂപം കണ്ടപ്പോൾ സുരസ മുഖം പഞ്ചയോജനം ചകാര, സുരസ തൻ്റെ വായ 5 യോജന വിസ്താരമുള്ളതാക്കി. ഹനുമാൻ രൂപം ദ്വിഗുണം മാത, ഹനുമാൻ അപ്പം എന്ത് ചെയ്തു, ഇരട്ടി, അതിലും ഇരട്ടിയാക്കി, 10 ഇരട്ടിയാക്കി ഹനുമാൻ. ഹനുമാൻ്റെ വലിപ്പം കണ്ടപ്പോൾ സുരസ തൻ്റെ മുഖത്തിനെ 5 യോജന വിസ്താരമുള്ളതാക്കിയപ്പോൾ ഹനുമാൻ ശരീരത്തിനെ 10 യോജന വിസ്താരമുള്ളതാക്കി. അപ്പോൾ ദൃഷ്ട്വാ ഹനുമതോ രൂപം സുരസ പഞ്ചയോജനം മുഖം ചകാര ഹനുമാൻ ദ്വിഗുണം രൂപമാദദത്, അതിൻ്റെ ഇരട്ടിയാക്കി മീൻസ് 10 യോജന. തതശ്ചകാര സുരസ യോജനാനാം ച 20 വക്ത്രം ചകാര ഹനുമാൻ 30 യോജന സംമിതം. അപ്പം എന്ത് ചെയ്തു, തതസുരസ, അപ്പം സുരസ ചെയ്തു വക്ത്രം വായേ യോജനാനാം 20 ചകാര, 20 യോജനയാക്കി വലുതാക്കി. ഹനുമാൻ 10 യോജനയായി നിന്നപ്പോൾ സുരസ 20 യോജനയാക്കി. ഹനുമാൻ അപ്പം എന്താ ചെയ്ത, ഹനുമാൻ 30 യോജന സംമിതം, അപ്പോൾ 30 യോജനയാക്കി. സുരസയുടെ വായ 20 യോജനയായപ്പോൾ ഹനുമാൻ 30 യോജനയാക്കി. തതശ്ചകാര സുരസ യോജനാനാം ച 20, 20 പറഞ്ഞാൽ 20. വക്ത്രം ചകാര ഹനുമാൻ 30 യോജന സംമിതം, 30 ആരാ 30 ആക്കിയ ആര്, ഹനുമാനെ. 20 30 30 ആക്കി. അത് ഇനി അടുത്ത 21. തതശ്ചകാര സുരസ 50 യോജനായതം വക്ത്രം തഥാ ഹനുമാം സ്തൂപ ഭൂവാങ്കുഷ്ടസന്നിഭ. ഇങ്ങനെയാണ് രസം. 22 കൂടി ഉണ്ട്. പ്രവിശ്യവദനം തസ്യ പുനരേത്യ പുരസ്ഥിത പ്രവിഷ്ടോ നിർഗതോഹം ദേവദനം ദേവി തേ നമ. തഥാ സുരസ, അപ്പം സുരസ വക്ത്രം 50 യോജന യതം ചകാര, 50 യോജന വിസ്താരമുള്ളതാക്കി. അപ്പം എന്താ ചെയ്ത ഹനുമാനാവട്ടെ അങ്കുഷ്ടസന്നിഭ ബഭുവ, വേഗം ഹനുമാൻ അങ്കുഷ്ടസന്നിഭനായി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തള്ളവിരലിൻ്റെ വലിപ്പമായിട്ട് അങ്ങോട്ട് ചെറുതായി. എല്ലാ സിദ്ധികളും ഉണ്ടേ. അപ്പോൾ ഈ 30 യോജന വിസ്താരത്തിലാണ് നിന്നിരുന്നത് അല്ലേ. സുരസ 50 യോജനയാക്കി വായ. അപ്പം എന്തായി, ഈ 30 യോജന വിസ്താരത്തിൽ നിന്നിരുന്ന ഹനുമാൻ വെറും തള്ളവിരലിൻ്റെ വലിപ്പമുള്ള ഹനുമാനായിട്ട് അങ്ങോട്ട് മാറി. അങ്കുഷ്ടസന്നിഭ ബഭുവ. എന്നിട്ടോ തസ്യാഹ വദനം പ്രവേശ്യ, വേഗം സുരസയുടെ വദനത്തെ പ്രവേശിച്ച് സഹ പുന ഏത്യ പുരാസ്ഥിത, വേഗം തന്നെ പുറത്തേക്കും വന്നു. ഒരു ഈച്ചൊക്കെ പോണ പോലെയുള്ളൂ. അപ്പോൾ ഈച്ചൊക്കെ പോണ പോലെ പുറത്തേക്ക് തന്നെ വന്ന്
അകത്ത് പോയി പുറത്ത് വന്ന് മുമ്പിൽ നിന്നിട്ട് അഹം തേ വദനം പ്രവിഷ്ട നിർഗത, ഞാൻ പിന്നെ അമ്മയുടെ വായയുടെ ഉള്ളിൽ പ്രവേശിച്ചു, പുറത്തേക്ക് വരികയും ചെയ്തു. ദേവി തേ നമ, ഹേ ദേവി നിനക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ സുരസ 50 യോജനയാക്കിയപ്പോൾ ഹനുമാൻ ഉടനെ നമ്മുടെ ഒരു പെരുവിരലിൻ്റെ തള്ളവിരലിൻ്റെ വലിപ്പമുള്ള ഒരു കുരഞ്ഞനായി തീർന്ന വാനരനായിട്ട് അവരുടെ വായിൽ പ്രവേശിച്ച് ഉടനെ തന്നെ പുറത്തേക്ക് വന്ന് മുന്നിൽ നിന്നിട്ട് ദേവിയോട് പറഞ്ഞു, ദേവി ഞാൻ നിൻ്റെ മുഖത്തിൽ പ്രവേശിച്ച് പുറത്തേക്ക് വന്നു, അമ്മേ നമസ്കാരം എന്ന് പറഞ്ഞു. അതാണ് ഇതിൽ. അപ്പോൾ നമുക്ക് 21, 22 വായിക്കാം. തതശ്ചകാര സുരസാ 50 യോജനായതാം വക്രം തഥാ ഹനുമാംസ്തു ബഭൂവാങ്കുഷ്ടസന്നിഭ പ്രവിശ്യ വദനം തസ്യാഹ പുനരേത്യ പുരസ്ഥിതഃ പ്രവിഷ്ടോ നിർഗതോഹം തേ വദനം ദേവി തേ നമ. 23, 24, 25. ഏവം വദന്തം ദൃഷ്ട്വാ സാ ഹനുമന്തമഥാബ്രവീദ് ഗച്ഛ സാധയ രാമസ്യ കാര്യം ബുദ്ധിമതാം വരാ ദേവൈ സംപ്രേഷിതാഹം തേ ബലം ജിജ്ഞാസുഭിഃ കപേ ദൃഷ്ട്വാ സീതാം പുനർഗത്വാ രാമം രക്ഷ്യസി ഗച്ഛഭോ ഇത്യുക്താ സായയൗ ദേവലോകം വായുസുതഃ പുനഃ ജഗാമ വായുർമാർഗേണ ഗരുൽമാനിവ പക്ഷിരാട്. ഏവം വദന്തം ഹനുമന്തം ദൃഷ്ട്വ, ഇപ്രകാരം പറഞ്ഞ ഹനുമാനെ കണ്ടിട്ട് അഥസ അബ്രവീദ്, ആ സുരസ ഇപ്രകാരം പറഞ്ഞു, ബുദ്ധിമതാം വരാ ഗച്ഛ, ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായ അങ്ങ് ഗമിച്ചാലും രാമസ്യ കാര്യം സാധയ, രാമൻ്റെ കാര്യത്തെ സാധിച്ചു വരൂ. കപേ തേ ബലം ജിജ്ഞാസുഭി ദേവൈഹി, അല്ലയോ വാനര, നിൻ്റെ ബലത്തെ അറിവാൻ വേണ്ടിയിട്ട് ദേവന്മാരാൽ അഹം സംപ്രേഷിത, എന്നെ അയച്ച ദേവന്മാരാണ് അങ്ങയുടെ ബലമറിയാൻ. സീതാം ദൃഷ്ട്വ, സീതയെ കണ്ട് പുനഃ ഗത്വ രാമം ദൃക്ഷസി, പിന്നെ ചെന്ന് രാമനെ കാണൂ. ഭോ ഗച്ഛ, ഹേ പൊക്കോളൂ, വേഗം പൊക്കോളൂ. ഇതി ഉക്ത്വ എന്ന് പറഞ്ഞിട്ട് സ ദേവലോകം യയൗ, ദേവലോകത്തിലേക്ക് തന്നെ പോയി സുരസ. വായുസുത, പിന്നെ ഈ ഹനുമാൻ പക്ഷിരാട് ഗരുൽമാൻ ഇവ, പക്ഷിരാജാവായ ഗരുഡനെന്ന പോലെ വായുമാർഗേണ ജഗാമ, വായുമാർഗത്തിൽ കൂടി ഗമിച്ചു. ശരിക്കൊരു പക്ഷിയെ പോലെ പോയി എന്നർത്ഥം. ശരിക്കും ഒരു വാനരനാണല്ലോ, പക്ഷെ ഗരുഡനെ പോലെ നിഷ്പ്രയാസം ആകാശത്തു കൂടെ പറക്കണ പോലെ പോയി എന്നാണ്. ഇങ്ങനെ പറഞ്ഞ് ഹനുമാനെ നോക്കിയപ്പോൾ സുരസ ഹനുമാനോട് പറഞ്ഞു, ഹേ മഹാബുദ്ധിശാലിയായിട്ടുള്ള ഹനുമാനെ, പൊക്കോളൂ, രാമകാര്യത്തിനെ സാധിച്ചു വരൂ. എന്നിട്ട് രാമനോട് വിവരമൊക്കെ പറഞ്ഞു വരൂ. ഹേ വാനര, നിൻ്റെ ബലം അറിയാനായിട്ട് ദേവന്മാരെ എന്നെ അയച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് ഈ വിഘ്നം ഉണ്ടാക്കിയത്. ഞാൻ സീതയെ കണ്ടതിൽ പിന്നെ വന്ന് നീ രാമനെയും കാണണം. ഹേ കവീന്ദ്ര, പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവൾ ദേവലോകത്തിലേക്ക് പോയി. സുരസ ദേവലോകത്തിലേക്ക് പോയി. ഹനുമാൻ പക്ഷിരാജാവായിട്ട് ഗരുഡനെ പോലെ വായുമാർഗത്തിൽ കൂടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നിർത്താം നമുക്ക്. ഞാൻ ഈ 23, 24, 25 കൂടി വായിച്ച് നിർത്താം. ഏവം വദന്തം ദൃഷ്ട്വാ സാ ഹനുമന്തമഥാബ്രവീദ് ഗച്ഛ സാധയ രാമസ്യ കാര്യം ബുദ്ധിമതാം വരാ ദേവൈഃ സംപ്രേഷിതാഹം തേ ബലം ജിജ്ഞാസുഭിഃ കപേ ദൃഷ്ട്വാ സീതാം പുനർഗത്വാ രാമം ദ്രക്ഷ്യസി ഗച്ഛഭോ ഇത്യുക്ത്വാ സായയൗ ദേവലോകം വായുസുതഃ പുനഃ ജഗാമ വായുർമാർഗേണ ഗരുൽമാനിവ പക്ഷിരാട്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.